ധീരദേശാഭിമാനി ഭഗത് സിംഗിനെ ഭീകരവാദിയെന്ന് പരാമർശിച്ച സംഭവത്തിൽ മീഡിയ വൺ ചാനലിലെ സി ദാവൂദിനെതിരെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെ ഹൈക്കോടതിയുടെ നോട്ടീസ്. മീഡിയ വൺ ചാനലിലെ പ്രമോദ് രാമൻ, നിഷാദ് റാവുത്തർ എന്നിവർക്കും പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയച്ചു. ദാവൂദിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിനെയാണ് അപമാനിച്ചത്. ഈ ഒരു സംഭവത്തിലാണ് മീഡിയ വൺ ചാനലിലെ സി ദാവൂദിനെതിരെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. ധീരദേശാഭിമാനി ഭഗത് സിംഗിനെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ചതിൽ നേരത്തെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മീഡിയ വൺ ചാനലിലെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള സി ദാവൂദിനെതിരെ ഒരു സ്വകാര്യ അന്യായം ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഗോവിന്ദരാജ് എന്ന് പറയുന്ന പാലക്കാട് നെല്ലായ സ്വദേശിയായിരുന്നു ഈ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. അത് പക്ഷേ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം കീഴ്ക്കോടതി, അതായത് ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. അത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോവിന്ദരാജ് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയും ഒപ്പം തന്നെ മീഡിയ വൺ ചാനലിലെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള സി ദാവൂദിന് പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ വൺ ചാനലിലെ തന്നെ പ്രമോദ് രാമൻ, അതോടൊപ്പം തന്നെ നിഷാദ് റാവുത്തർ എന്നിവർക്കും ഹൈക്കോടതി പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും ഈ പുനഃപരിശോധനാ ഹർജിയിൽ എതിർകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും നോട്ടീസ് അയച്ചുകൊണ്ട് ഹൈക്കോടതി മറുപടി തേടിയിരിക്കുകയാണ്. ഈ 4 പേരും, അതായത് സംസ്ഥാന സർക്കാർ, മീഡിയ വൺ ചാനലിലെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള സി ദാവൂദ്, പ്രമോദ് രാമൻ, നിഷാദ് റാവുത്തർ എന്നിവർ ഈ ഒരു ഹർജിയിന്മേൽ മറുപടി അറിയിക്കാനായിട്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കും. അതായത് ഈ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കാതെ അതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കാതെയാണ് പ്രസ്തുത സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് അത് റദ്ദാക്കിക്കൊണ്ട് പുനഃപരിശോധന നടത്തണമെന്നുള്ളതാണ് ഹർജിയിൽ ഗോവിന്ദരാജ് ഉന്നയിച്ചിരിക്കുന്നത്. രേഷ്മ, ഇവിടെ നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖം, ഒരു ആ രാഷ്ട്രീയ മാധ്യമം എന്ന രീതിയിൽ തന്നെയാണ് മീഡിയ വൺ മാധ്യമം ഇവ രണ്ടും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മാധ്യമങ്ങളുടെയും നിലപാടുകൾ പലപ്പോഴും ദേശവിരുദ്ധമാകാറുണ്ട്. ആ ദേശവിരുദ്ധത പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ചില ഘട്ടങ്ങളിൽ നിയമ നടപടികൾക്ക് വിധേയമായതുമാണ്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ രാജ്യവിരുദ്ധമാണ്, ദേശദ്രോഹപരമാണ്. അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് അവരുടെ മാധ്യമങ്ങളായ ദൃശ്യമാധ്യമമായ മീഡിയ വൺ ഇപ്പോൾ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. ദേശാഭിമാനികളെ അംഗീകരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷേ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന സമീപനം, ഭീകരവാദികളുടെ കൂട്ടത്തിൽ ഗണത്തിൽപ്പെടുത്തുന്ന ഒരു സമീപനം, എത്രത്തോളം പ്രതിഷേധം ഇതിനകം ഈ ഒരു വിഷയത്തിൽ ശക്തമായി കഴിഞ്ഞു. കോടതി നടപടിയുടെ മറ്റു വിവരങ്ങൾ കൂടി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളൊക്കെ തന്നെ പിൻപറ്റിക്കൊണ്ട് അതിനു വേണ്ട പ്രചാരം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മീഡിയ വൺ ചാനലും അതോടൊപ്പം തന്നെ ദിനപത്ര വിഭാഗത്തിൽ മാധ്യമമൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സി ദാവൂദിനെതിരെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നതാണ്. ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഹർജിയിന്മേലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് 2024 ഒക്ടോബർ മാസം ജിദ്ദയിൽ മീഡിയ വണ്ണിന്റേതായിട്ട് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് സി ദാവൂദ് ധീരദേശാഭിമാനി ഭഗത് സിംഗിനെതിരെ ഭീകരവാദി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അതായത് കോടതിയിൽ ബോംബ് വെച്ച ആളാണ് 1947 ഓഗസ്റ്റ് 15-ന് ഒരു കലണ്ടർ ദിനം മാറിയപ്പോൾ ധീരദേശാഭിമാനിയായി മാറിയ ആളാണ് ഈ പറയുന്ന ഭഗത് സിംഗ് എന്നുള്ളതായിരുന്നു സി ദാവൂദിന്റെ പരാമർശം. അത് മാത്രമല്ല, ഭീകരവാദി പെട്ടെന്ന് 1947-ന് ശേഷം ധീരദേശാഭിമാനി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടു എന്നുള്ള പരാമർശവും സി ദാവൂദിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. അങ്ങനെയാണ് ഗോവിന്ദരാജ് എന്ന് പറയുന്ന പാലക്കാട് നെല്ലായ സ്വദേശി ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ SP അടക്കം ഈ ഗോവിന്ദരാജ് ഒരു പരാതി കൊടുത്തിരുന്നു. ഈ സി ദാവൂദിനെതിരെ കേസ് എടുത്തുകൊണ്ടുള്ള നടപടികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. പക്ഷെ അതിനൊന്നും ഒരു
നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടെയും കോടതിയുടെ നടപടികൾ ഈ ഗോവിന്ദരാജിന്റെ ഹർജിക്ക് വിരുദ്ധം, അല്ലെങ്കിൽ ആ ഹർജി തള്ളിക്കൊണ്ടുള്ളതായിരുന്നു. അത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് സി ദാവൂദിനെതിരായിട്ടുള്ള ഗോവിന്ദരാജിന്റെ ഹർജി കീഴ്ക്കോടതി തള്ളിയത്. പക്ഷേ ഇതിൽ പറയേണ്ടത് കലാപാഹ്വാനത്തിനടക്കം ഒരു പരാമർശം അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോവിന്ദരാജ് SP-ക്കാണെങ്കിലും കോടതിയെ സമീപിച്ചുകൊണ്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നതും. പക്ഷേ അതിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതി കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കാതെയും അതിന്റെ ഈ ഒരു പരാതിയുടെ അന്തസത്ത ഉൾക്കൊള്ളാതെയുമാണ് ഈ ഹർജി തള്ളിയത്, സ്വകാര്യ അന്യായം തള്ളിയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ സ്വകാര്യ അന്യായം തള്ളിയ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി അത് റദ്ദാക്കണം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമാണെന്നും മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ വിഷയം വീണ്ടും പരിഗണിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകണമെന്ന് ഉള്ളതാണ് ഗോവിന്ദരാജിന്റെ ആവശ്യം. എന്തായാലും ഈ നേരത്തെ തന്നെ പല ആവർത്തികൾ ഇത്തവണ ഈ ഒരു ചെങ്കോട്ടയിലെ സ്ഫോടനമാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഭീകരർക്ക് വഴിവെച്ച് അല്ലെങ്കിൽ അവർക്ക് വളം ഇട്ട് നൽകുന്നത് പോലെയുള്ള വ്യാപക പ്രചാരണങ്ങൾ മീഡിയ വൺ നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് സി ദാവൂദ് ജിദ്ദയിൽ ഈ ഭഗത് സിംഗിനെതിരായിട്ടുള്ള പരാമർശവും നടത്തിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പണപ്പൊരുതിയ ഒരു ധീരനെ ഭീകരവാദിയെ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത്. അതിനെതിരായിട്ടുള്ള ഒരു അതിൽ ആ ഒരു സംഭവത്തിൽ സി ദാവൂദിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പുനഃപരിശോധന ഹർജിയിലാണ് ഹൈക്കോടതി മീഡിയ വൺ ചാനലിലെ ഈ 3 പ്രമുഖർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ദേശവിരുദ്ധത അത്തരത്തിലുള്ള സമീപനമായാണ് മീഡിയ വൺ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. അതിലാണ് കോടതിയുടെ ഇടപെടൽ.